ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെ അതിരൂക്ഷമായി വിമർശിച്ച് ബിഗ് ബോസ് താരം അഖിൽ മാരാർ. അഖിൽ മാരാർ കുറിക്കുന്നത് ഇങ്ങനെയാണ്: മലയാളികളെ പമ്പര വിഡ്ഢികളാക്കാം എന്നത് തിരിച്ചറിഞ്ഞ അതിബുദ്ധിമാന്മാർ നമ്മെ ഭരിക്കുന്നു. അതിൻ്റെ ചെറിയൊരു ബുദ്ധി ബിസിനസ്സിൽ പയറ്റാൻ നോക്കിയ ബുദ്ധിമാന്മാരിൽ ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ. നിങ്ങളിൽ ചിലർക്ക് ബോബി ചെമ്മണ്ണൂർ ദൈവമാകും, ചിലർക്ക് അവരുടെ അച്ഛനാകും. നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കാര്യങ്ങൾ വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം. കുന്തിദേവി എന്ന് ഹണിറോസിനെ വിളിച്ചതുകൊണ്ട് മാത്രമല്ല ബോച്ചയെ പോലീസ് അറസ്റ്റ് ചെയ്തതും കോടതി ജാമ്യം നൽകാത്തതും ബോബി പലപ്പോഴായി നടത്തിയ ആക്ഷേപങ്ങൾ കണക്കിലെടുത്താണ്. സിനിമാ നടിമാരെ ആലോചിച്ച് സ്വയംഭോഗം ചെയ്യാറുണ്ട്. ഹണി റോസിനെ നടിയെന്നല്ലേ വിളിച്ചത്, വെടിയെന്നല്ലല്ലോ. ഹണിയെ മുന്നിൽ നിർത്തി കളിച്ച് ഫിറ്റ്നസ് നേടാം. ഹണി ഉദ്ഘാടനത്തിന് വന്നപ്പോൾ കൂടെ കിടന്നോ ഇല്ലയോ എന്ന് തെറ്റിദ്ധാരണ നൽകുന്ന പ്രസ്താവനകൾ. രാജനോട് വലിയ സൈസ് കൊടുക്കണം എന്നതുൾപ്പെടെ നിരവധി തവണ അയാൾ നടത്തിയ കൊണ്ടുള്ള വ്യഭിചാരം കേട്ട് ഞെട്ടിയാണ് നിസ്സാരമെന്ന് നിങ്ങൾ കരുതിയ ഈ വിഷയത്തിൽ കോടതി ജാമ്യം നിഷേധിച്ചത്. ഇവിടെ ബോച്ചയ്ക്ക് ജാമ്യം കൊടുത്തിരുന്നെങ്കിൽ നാളെയിൽ നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി എന്തും പറയാനുള്ള ധൈര്യം ഇന്നാട്ടിലെ സകല ഏമ്പോക്കികൾക്കും വരും. നിങ്ങൾ ഒരു പുരുഷനാണെങ്കിൽ ഇതേ വാക്കുകൾ നിങ്ങളുടെ ഭാര്യയോടും മക്കളോടും പെങ്ങളോടും അമ്മയോടും നാട്ടിലുള്ളവന്മാർ പറയുന്നത് കേൾക്കേണ്ടി വരും. ഹണിയുടെ മാന്യത അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ സ്ത്രീകളുടെയും മാന്യത നിശ്ചയിക്കാൻ ഞാനാരാണ്, നിങ്ങളാരാണ്? മറ്റൊരു വിവരക്കേട് രാഹുൽ ഈശ്വർ ഉൾപ്പെടെ പറഞ്ഞു നടക്കുന്നതാണ്. മോഹൻലാൽ ഹണിയെ നോക്കി പറഞ്ഞ വാക്കുകൾ കേൾക്കണം. അയാൾ വലിയ മോഹൻലാൽ ഭക്തനാണ്, പക്ഷേ ലാലേട്ടൻ മോശമായി പറഞ്ഞില്ലേ? അതായത് സതയൻ സിനിമയിൽ മോഹൻലാൽ പെൺകുട്ടികളെ കൊന്നതുകൊണ്ട് കേരളത്തിലെ കൊലപാതകം നിസ്സാരമാണ് എന്നാണോ? ഒരു സിനിമയിൽ 2 കഥാപാത്രങ്ങൾ സംസാരിക്കുന്നതും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരാൾ ഒരു സ്ത്രീയെ നിരവധി തവണ ആക്ഷേപിക്കുന്നതും രാഹുൽ ഈശ്വറിന് ഒരുപോലെ തുല്യം. അടുത്തത് ബോച്ചയുടെ ചാരിറ്റിയാണ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും ബോച്ച ചാരിറ്റി ചെയ്യുന്നുണ്ടല്ലോ. ഒന്നാമത് ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് ചാരിറ്റി ചെയ്തേ പറ്റൂ. കേരളത്തിലെ എല്ലാവരും വലിയ തുകയാണ് ഇതിനായി മാറ്റിവെക്കുന്നത്. KSF പോലും 100 കോടിക്ക് മുകളിലാണ് CSR ഫണ്ട് കൊടുക്കുന്നത്. യൂസഫ് അലി ഉൾപ്പെടെ വലുതും ചെറുതുമായ എല്ലാ ബിസിനസ്സുകാരും ചാരിറ്റി ചെയ്യുന്നത് ബോച്ചയെപ്പോലെ വിളിച്ചുകൂവി നടന്നല്ല. വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ പോലും കഴിഞ്ഞ 1.5 വർഷത്തിനിടെ പലർക്കായി നൽകിയത് 15 ലക്ഷത്തോളം രൂപയാണ്. ഒരാളെ സഹായിക്കുമ്പോൾ വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കുന്ന ഒരുവൻ്റെ മനോനില ക്രൂരമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ആരെയും കാണിക്കാനല്ല, മറിച്ച് ഒരുവൻ്റെ വേദനയിൽ സഹായിക്കാനുള്ള മനസ്സിൻ്റെ നന്മയാണ് ചാരിറ്റി. അതേസമയം മറ്റൊരുവൻ്റെ വേദന വിറ്റ് കാശാക്കാനുള്ള കച്ചവടക്കാരൻ്റെ മനസ്സിനെ മാർക്കറ്റിംഗ് എന്ന് പറയും. ബോബിക്ക് മാർക്കറ്റിംഗ് നന്നായി അറിയാം.